ഈശ്വം വിഷയക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നോമ്പ് കാലത്ത് നമുക്ക് എല്ലാവർക്കും കുറേ അധികം ഉപദേശങ്ങൾ ലഭിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഉപവസിക്കണം എന്നല്ല. എന്നാൽ എന്തെല്ലാം ചെയ്യരുത്, ഈ ഒരു കാര്യത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരമാണ് ദൈവം നൽകിയ 10 കൽപ്പന. ശരിയാണ്, ഇവയ്ക്കൊന്നിനുമെതിരായി പ്രവർത്തിക്കാതിരുന്നാൽ പോരെ. അതുകൊണ്ട് തന്നെയാണ് സ്നേഹനിധിയായ ദൈവം അതിനെ രണ്ടായി ചുരുക്കിയത്. എല്ലാത്തിനുപരിയായി ദൈവത്തെ സ്നേഹിക്കുക, തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇവിടെ അയൽക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ആയിരിക്കുന്ന വ്യക്തി തന്നെയാണ്. അതായത് നാം സഹോദരനെ പോലെ സ്നേഹിക്കേണ്ട വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൽ നാം ഇങ്ങനെ കാണുന്നത്: തന്റെ സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്ന അവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരുമെന്നത്. അതുകൊണ്ട് തന്നെ നാം ചിന്തിക്കണം, ഞാൻ എൻ്റെ സഹോദരനെ അകറ്റി നിർത്തിയിട്ടുണ്ടോ, അവനെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്നല്ല. കാരണം നാം ചെയ്ത പ്രവൃത്തികളുടെ ഫലമെല്ലാം നാം അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജീവിത കാലയളവിൽ നാം എനിക്ക് വേണ്ടി ദൈവമേ നിലകൊള്ളണമേ, എനിക്ക് നന്മകൾ തരണമേ എന്നെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം കൂടി ചിന്തിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ലൊരു സഹോദരനായി തീരാനും നമുക്ക് ശ്രമിക്കാം. ആമേൻ.